ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖല്ലേ എല്ലാവർക്കും? ഞാൻ വന്നിട്ടുള്ളതേ പാലപ്പത്തിൻ്റെയും ഗ്രീൻ പീസ് കറിയുടെയും റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനൊരു പാത്രം അരി എടുത്തിട്ട് ഒരു 4 മണിക്കൂർ മുമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആ കുതിർത്തിയ അരിയും കുറച്ച് ചൂടുവെള്ളം, ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, എടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് നാളികേരം നമ്മൾ എടുക്കുന്നത് നാളികേരത്തിൻ്റെ പാലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ പകുതി പാത്രത്തിൽ ചോറെടുക്കണം കേട്ടോ. പിന്നെ ഒരു നാളികേരത്തിൻ്റെ വെള്ളം, പിന്നെ നേരത്തെ എടുത്ത് വെച്ച നാളികേരത്തിൻ്റെ പാലാണ് കേട്ടോ അത്. പിന്നെ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അരിയും നമ്മൾ എടുത്ത് വെച്ചായ നാളികേരത്തിൻ്റെ വെള്ളവും പിന്നെ നമ്മൾ എടുത്തില്ലേ നാളികേരപ്പാൽ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് അധികം ആവരുത്, കുറച്ച് ഈസ്റ്റും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. നല്ല പോലെ അത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇന്നലെ രാത്രിയാണ് ഞാൻ ഇത് അരച്ചൊക്കെ വെക്കണത്. ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിയുടെ മാവിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തങ്ങായിട്ട് അടച്ച് മൂടി വെക്കണം. നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ രാത്രി അടച്ച് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ വരെ അത് റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ അത് നല്ല പോലെ പൊന്തി വന്നിട്ട് നല്ല പതയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല ഇന്നലെ. ഇന്ന് നമ്മളതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പതയൊന്നും പോവരുത് കേട്ടോ. പതിയെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഒരു വെള്ളയപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു കയ്യിൽ മാവ് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാലപ്പത്തിന്. അപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മളുടെ പാലപ്പം മൂടി വെച്ചാൽ മതി കേട്ടോ. മൂടി വെച്ചിട്ട് ഒരു 2 സെക്കൻഡൊക്കെ മതിയാകും. അപ്പോഴൊക്കെ നമ്മളുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്, നല്ല പാലപ്പമാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നിക്കണല്ലേ, വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിനൊരു കറി വേണ്ടേ. അപ്പം ഞാൻ തലേ ദിവസം രാത്രി തന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലേക്ക് അത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സബോള ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഗ്രീൻ പീസിലേക്ക് ഉരുളക്കിഴങ്ങും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സബോളയും പിന്നെ പച്ചമുളകും പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടേ അല്ലെങ്കിൽ കുറവ് മതിയും കുറയ്ക്കേ ചെയ്യാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാനിതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാമെന്ന്. പിന്നെ നമ്മളതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മളുടെ ഗ്രീൻ പീസ് വേവാനും ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 8-9 വിസിൽ വന്നോട്ടെ. കാരണം നമ്മളെ ഗ്രീൻ പീസിന് നല്ല വേവുണ്ട്. അപ്പോൾ വെന്തൊന്ന് പതായി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 9 വിസിലൊക്കെ വന്നപ്പോൾ എൻ്റെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്, നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഒന്ന് കുറുകി വരണം കേട്ടോ കറിയൊന്ന്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നല്ല പോലെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും നല്ല പോലെ ഇങ്ങനെ മൂത്ത് വരൂലേ, അപ്പോൾ നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളെ കറിവേപ്പില നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഗ്രീൻ പീസ് കറിയാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന
പാലപ്പവും ഗ്രീൻ പീസ് കറിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.